ഇയാൾക്ക് ഭയങ്കര ബുദ്ധിയുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ റോഷന് ഭയങ്കര സുന്ദരനായതുകൊണ്ടാണ്? എന്താണ്? അപ്പൊ എനിക്ക് ബുദ്ധിയില്ല. ലാലേട്ടൻ പെർഫോം ചെയ്യുന്നു, നമുക്ക് ബ്രഹ്മയുഗം ചെയ്യുന്നത്, അതിന് മുമ്പ് കാതൽ ചെയ്യുന്നു, നമുക്ക് നൻപകൽ ചെയ്യുന്നു, ഫഹദ് ആവേശം ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും എന്ത് ഈസിയാണല്ലേ പരിപാടി. നമ്മൾ ചെന്ന് നിന്ന് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ പൊന്നെ ഇതെങ്ങനെ അവര് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള. എന്റെ ജേർണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ റോഷന്റെ ജേർണിയിൽ ഇൻവെസ്റ്റഡ് ആണ്. ദിവ്യപ്രഭയും കനിയും ഒക്കെ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി പേഴ്സണൽ. ഈ ഗ്രൂപ്പിൽ വി ഓൾ സ്റ്റാർട്ടഡ് ഫിഗറിങ് ദിസ് വേൾഡ് ഔട്ട് ടുഗെദർ എന്തോ രീതിയിൽ. ഫാമിലിയിൽ ഒരാൾ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ അങ്ങനെ പോയിട്ട് ഒരു പടത്തിൽ റേപ്പിസ്റ്റായിട്ട് അഭിനയിക്കുമല്ലേ. ഇറോട്ടിക് ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണർ എടുത്താൽ തന്നെ നമുക്കറിയാലോ, ഇത് പടം കാണാൻ വരുന്നവരെല്ലാവരും ചിലപ്പോൾ പടം ഫുള്ള് കാണാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല വരുന്നത്. അങ്ങനെ വന്നാൽ പോലും അവർക്ക് കാണാനൊരു നല്ല പടം ഉണ്ടാവും. രാമായണത്തിന്റെ വേറെ വേറെ പെർസ്പെക്റ്റീവ്സിനെ പറ്റിയിട്ടും ഈ പടത്തിൽ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഹീറോ ആവുന്ന ആളാണ്, മറ്റേ സ്ഥലത്ത് വില്ലൻ. എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് സ്ലോ മോഷനിൽ ഇങ്ങനെ കവിളൊക്കെ ഇളകി ഇടിക്കാൻ പോകുന്നു, ദേഷ്യം, അതൊന്നും പെണ്ണുങ്ങൾ ചെയ്യുന്നത് കാണുന്നില്ല. ദർശന എന്ന് പറയുന്ന പേര് പറയുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഹിഷാമിന്റെ മ്യൂസിക് ആണ് വരുന്നത്. പാട്ട് പാടി വിളിച്ചാണ് വരുന്നത്, കേൾക്കാത്തൊരു ദിവസമില്ല. അതൊരു വലിയ ഭാഗ്യമാണ്. സുഖപ്പെടാതിരിക്കാൻ പറ്റില്ല. സിനിമയുടെ സമവാക്യങ്ങൾക്ക് അകത്ത് നിൽക്കാത്ത ഫ്രെയിമുകളൊക്കെ വെച്ച് ചെയ്തതാണ് കൃഷാന്തിന്റെ പുരുഷ പ്രേതം എന്ന് പറയുന്നത്. അതിനകത്ത് റൂൾ ഓഫ് തേർഡൊക്കെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് അതിന്റെ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഭയങ്കര എല്ലാരെയും വിളിച്ച് കാണും പടം കാണും, അയ്യോ ഈ പടം കണ്ടില്ല, ആ വേഗാണ്, അങ്ങനെ തോന്നിയ ഒരു പടമായിരുന്നു അത്. പാരഡൈസ് എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ. ഹായ്. ഹലോ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഒന്നും പറയാനില്ല. കാരണം രണ്ടുപേരും അസാധ്യ ആക്ടേഴ്സാണ്. ഞാൻ ശരിക്കും ഈ അടുത്ത് ഉള്ളൊഴുക്ക് കണ്ട സമയത്ത് പാർവതിയെ കുറെ പുകഴ്ത്തിയായിരുന്നു. പുകഴ്ത്തി കൊല്ലും നിങ്ങൾ രണ്ടുപേരും എന്ന് തോന്നുന്നു. രണ്ടുപേരും അടിപൊളിയാണ് കേട്ടോ. ഈ ആണും പെണ്ണും കാണുന്ന സമയത്ത് കോളേജിൽ റൊമാൻസ് വർക്കൗട്ട് ചെയ്യാൻ ബെഞ്ചിലും ഡെസ്കിലുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ അധികം വലിയ ഡ്രാമയുള്ള സീനൊന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട ഒരു സാധനമാണ്. അതിനകത്ത് നിങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആർട്ടിസ്റ്റുകളാണ്, പൊളിയാണ്. അവിടെ തുടങ്ങിയതാ പിന്നെ ഗ്രിപ്പ് അടിച്ചിട്ട്. പിന്നെ ഈ അടുത്ത് ചതുരം പൂക്കാലത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ചതുരം കാണുന്ന സമയത്ത് ഞാൻ വീണ്ടും റോഷന്റെ ആരാധകനായി പോയി. ഭയങ്കര രസമാണ്. ആണും പെണ്ണും പറഞ്ഞതിൽ പ്രത്യേക സന്തോഷമുണ്ട്. എല്ലാരും കാണണമെന്ന് ആഗ്രഹിച്ച് അധികം ആൾക്കാർ ഇനിയും കണ്ടിട്ടില്ലാത്തൊരു സിനിമയാണ്. അപ്പൊ അതിനെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ വളരെ ഓക്കെ. ബാക്കിയുള്ളതിൽ ചിലപ്പോൾ കുറച്ച് നാണമൊക്കെ വരും, പക്ഷെ കുഴപ്പമില്ല. ആണും പെണ്ണും കണ്ടതിൽ ഭയങ്കര സന്തോഷം. ആണും പെണ്ണിനകത്ത് കവിയൂർ പൊന്നമ്മയും നെടുമുടി വേണു ചേട്ടനും. കവിയൂർ പൊന്നമ്മ ചേച്ചി ആ ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടില്ല, അത് കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഉപയോഗിക്കുകയാണ്. അതിന്റെ ഒരു തീവ്രതയും കൂടെ നിങ്ങൾക്ക് ആ സിനിമയിൽ ഡെപ്തിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് മാത്രമല്ല അതിനകത്ത് സിനിമ എന്ന് പറയുന്നത് കിട്ടില്ല സാധനമാണ്. നമ്മൾ ഓരോ നിമിഷവും ഇല്ലിട്ട്. പക്ഷെ നിങ്ങൾ അതിനകത്ത് ടെൻഷൻ എടുപ്പിച്ചു കേട്ടോ, കുറെ ടെൻഷൻ എടുപ്പിച്ചു. നമ്മുടെ ടെൻഷനാണല്ലോ ഇത് പണ്ടാരം, എന്താ ചെയ്യാ, ഭയങ്കര ചെറിയൊരു സാധനം വെച്ചിട്ടാണ്. അതെ, എനിക്ക് ചെയ്തതിൽ എനിക്ക് ഏറ്റവും വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. പക്ഷെ അത് അങ്ങനെ ആരും കണ്ടിട്ടില്ലായിരുന്നു. ഐ തിങ്ക് ഇറങ്ങിയ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരും. ഇപ്പൊ സന്തോഷമാണ് കേൾക്കാൻ. നമ്മുടെ ഈ മലയാളികളല്ലാത്ത ഫ്രണ്ട്സ് ഒക്കെ ഇടയ്ക്ക് ചോദിക്കുമല്ലോ, നിന്റെ ഏത് സിനിമ ഞാൻ കണ്ട എന്ന് പറയുമ്പോ എപ്പോഴും പറയുന്ന 1-2 സിനിമകളിലുണ്ട് ഇത്. ഇങ്ങനെയാണ്, ഒരു ആന്തോളജി ആണ്, അതിന്റെ ലാസ്റ്റ് സെഗ്മെന്റ് ആണ്, കാണണം പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുന്നത്. അടിപൊളി. നിങ്ങളടുത്ത് 100 ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ആദ്യം പാരഡൈസിനെ കുറിച്ച് പറയും. ബുസാനിൽ ശരിക്കും ബെസ്റ്റ് ഫിലിമായിട്ട് അവാർഡ് ചെയ്തു. വേറെ ഏതൊക്കെ ഫെസ്റ്റിവലാണ്? ട്രെയിലറിൽ 1-2 ഫെസ്റ്റിവലും കൂടെ എഴുതി കാണിക്കും. ഇപ്പൊ സിഡ്നിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. മാമി ഇവിടെ മാമിയിലാണ് പ്രീമിയർ ചെയ്തത്. IFFK പ്രീമിയറിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളും അപ് ടു ഡേറ്റ് അല്ല, ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു ഫെസ്റ്റിവലിൽ പ്ലേ ചെയ്യുന്നു, ഒരു പോസ്റ്റർ അയക്കുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങളും. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് എനിക്ക് അങ്ങനെ വേറെ ലോകത്തെ വേറെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ ഈ പടം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ജേർണി കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ഇത് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നു എന്നുള്ളതിൽ നല്ല രസമാണ്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ കൂടുതലും 2 മലയാളികളും പിന്നെ കുറെ ശ്രീലങ്കൻസും. അപ്പൊ അങ്ങനെ 2 സ്ഥലത്ത് ആങ്കർ ചെയ്തിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ ഭയങ്കര യൂണിവേഴ്സൽ ആണ് ഇതിന്റെ കഥയും കാര്യങ്ങളും ഒക്കെ.
ഒരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് നമ്മൾ ശ്രീലങ്കൻ എക്കണോമിക് ക്രൈസിസ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ രാമായണത്തിന്റെ ഒരു ലെയർ അതിന്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അതല്ലാതെ കോറായിട്ട് നടക്കുന്ന അതായത് ഈ ഒരു കപ്പിളിനിടയിൽ നടക്കുന്ന കാര്യം വളരെ യൂണിവേഴ്സൽ. അത് ലോകത്ത് എവിടെയുള്ള ഒരു കപ്പിളായാലും ഒരാണും പെണ്ണും അല്ലെങ്കിൽ രണ്ട് മനുഷ്യർ ഒരു റിലേഷൻഷിപ്പിലുള്ള ഏത് രണ്ട് മനുഷ്യർക്കായാലും റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് ഈ പടം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നു, പലയിടത്തുനിന്നും പല വേറെ റിയാക്ഷൻസ് ആണ്. ഞാൻ പോയിരിക്കുന്ന 2 ഫെസ്റ്റിവലിലും ഭയങ്കര ഡിഫറെന്റ് റിയാക്ഷൻസ് ആയിരുന്നു. അത് ആൾക്കാർ റിസീവ് ചെയ്യുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. അത് ഭയങ്കര പ്രൊഡ്യൂസർ ആൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, NYFF സ്ക്രീനിങ് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു കുറെ ചിരി ഉണ്ടായിരുന്നു പല പല പോയിന്റുകളിൽ, ചെറിയ ചെറിയ മൂമെന്റ്സിൽ, ഡയലോഗിലൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, പ്രശ്നം സാർ ഹാപ്പി ആയി കാണുമല്ലോ എന്ന് പറഞ്ഞു. അത് അത്രയും റിലേറ്റ് ചെയ്താലേ അതിൽ ചിരി വരുള്ളൂ, അല്ലാതെ കോമഡി അല്ലല്ലോ സിനിമയിൽ സംഭവിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് മണിരത്നം സാർ പ്രസന്റ് ചെയ്യാൻ തീരുമാനിച്ചത്? പ്രസന്ന സാറും മണിരത്നം സാറുമായിട്ടുള്ള ഒരു ഐ തിങ്ക് റിലേഷൻഷിപ്പിൽ പുള്ളി സിനിമ കണ്ടിട്ട് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വാട്ട് ക്യാൻ ഐ ഡു എന്നുള്ളൊരു ചോദ്യമായിരുന്നു നെക്സ്റ്റ് വന്നത്. അങ്ങനെയാണ് ഇതില് ഈ രാവണൻ അവർക്ക് വേണ്ടി ഉറക്കമുണരും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ രാവണ കഥ എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള ഓർഷൻസ് കാണുന്നുണ്ട്. രാമായണത്തിന്റെ പലതരത്തിലുള്ള രാമായണങ്ങളുണ്ട്. അയൽ രാജ്യങ്ങളിലെല്ലാം ഓരോരോ രാമായണങ്ങളുണ്ട്. അവരൊക്കെ ഓരോ കഥകളാണ് അതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് എന്ത് ത്രെഡാണ് കൈകാര്യം ചെയ്തേക്കുന്നത്? ഇത് തന്നെ സംസാരിക്കുന്നുണ്ട്. അതായത് രാമായണത്തിന്റെ വേറെ വേറെ പെർസ്പെക്റ്റീവ്സിനെ പറ്റിയിട്ടും ഈ പടത്തിൽ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഹീറോ ആവുന്ന ആളാണ്, മറ്റേ സ്ഥലത്ത് വില്ലൻ. അപ്പോൾ ഈ പടത്തിലും ഐ ഫീൽ ലൈക്ക് അങ്ങനത്തെ ഒരു ടോൺ ഉണ്ട്, ഒരു അണ്ടർ കറന്റ് പോലെ പ്ലേ ചെയ്യുന്ന ഒരു ഇതുണ്ട്. നമ്മൾ ആരുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണല്ലോ ആര് നല്ലതും ആര് ചീത്തയെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതെ, ഒരു യുദ്ധത്തിൽ പോലും ഇപ്പൊ ലോകത്തുള്ള എക്സാമ്പിൾസ് ഒരുപാട് അധികമാണ്. പക്ഷെ നമ്മൾ ആ ബോർഡറിന്റെ ഏത് സൈഡിൽ നിൽക്കുന്നത്, ഏത് സൈഡിലാണ് നമുക്ക് ബെനിഫിറ്റ് എന്നുള്ളതനുസരിച്ചായിരിക്കും പലരുടെയും നല്ലതും ചീത്തയും ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിലൊരു ഡ്യുവാലിറ്റി ഉണ്ട്, അതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. നമ്മളിവിടുന്ന് പാരഡൈസിന്റെ കഥ തന്നെ ഇവര് രാജാവാനാണ് ഇവൻ അങ്ങോട്ടേക്ക് പോകുന്നത്. കേശവ് എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പൈസയ്ക്ക് വാല്യൂ കൂടുതലാണ്. അവിടെ ചെന്ന് ലാൻഡ് ചെയ്യുന്ന മൊമെന്റിൽ നമ്മൾ റിച്ച് ആവുകയാണ്. ഈ സിനിമ പോലും ഞങ്ങളോട് ഷൂട്ട് ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് ബിഗ് ബഡ്ജറ്റ് പടമായി. അപ്പൊ അങ്ങനെ രാജാവാൻ തൻ്റെ പാർട്ട്ണറിനെയും കൊണ്ട് പോകുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവനുണ്ടാവുന്ന സംഭവങ്ങളിൽ ഇത് ഫുള്ള് ഫ്ലിപ്പ് ആവാണ്. അല്ലാതെ ഈ നാടെന്താണ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടുത്തെ ആൾക്കാരെന്താന്ന് ഒന്നും അറിഞ്ഞല്ല പോകുന്നത്. ഈ ഗോസ് ദെയർ ഇൻ സെർച്ച് ഓഫ് പാരഡൈസ്. പിന്നെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ആൾക്കാരെ മാറ്റുന്നു, എങ്ങനെ നമ്മുടെ ശരി തെറ്റെന്നുള്ള പെർസ്പെക്റ്റീവ് മാറ്റുന്നു. ആൻഡ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഒന്നിലും ഇല്ല. ഒരു ഇത് തെറ്റ് ഇത് ശരി എന്നല്ലാതെ എല്ലാവരുടെയും തെറ്റും ശരികളും കാണുന്നു, അവരുടെ റീസൺസ് കാണുന്നു. അപ്പൊ ഭയങ്കര ഹ്യൂമൺ ആയിട്ടുള്ളൊരു, ഈ ആൾക്കാരെ കണ്ടിട്ട് എല്ലാവരിലും നമ്മളെ കാണുന്ന പോലെ തോന്നും. ആ പടം കാണുമ്പോൾ എനിക്ക് ഓക്കെ ഇയാൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അത് തെറ്റാണെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓക്കെ തെറ്റാണ്, പക്ഷെ ഇതല്ലാതെ എന്ത് ചെയ്യാനാ, അങ്ങനെ ആലോചിക്കാൻ സ്കോപ്പ് ഉള്ള ഒരു എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഉണ്ട്. ഈ പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന സമയത്ത് ഈ രാവണന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാണ്, എൻ്റെ നാട്ടിലെ ജനങ്ങളെ ഒരു വാനരം വന്നിട്ട് വാലുത്തി വെച്ചിട്ട് നശിപ്പിക്കുമ്പോൾ അന്ന് വരെ എന്നെ കീജയെ വിളിച്ചിരുന്ന ജനങ്ങൾ നശിക്കുവാണ്. അപ്പോഴാണ് ഞാൻ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഇത് ഇയാളുടെ റിമോട്ട് കൺട്രോൾ ഉള്ള ഒരു മര്യാദ പുരുഷോത്തമൻ രാമന്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ജനങ്ങളെ ചുട്ടരിക്കുന്ന ആളെങ്ങനെയാ മര്യാദ പുരുഷോത്തമൻ? എന്നിട്ട് എൻ്റെ നാട്ടിലിരിക്കുന്ന സമയത്ത് ഈ പെങ്കൊച്ചിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇയാൾ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് അഗ്നിപരീക്ഷണം നടത്തണമെന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിലിരിക്കുമ്പോൾ തന്നെ ചീത്തപ്പേരുണ്ടായിരുന്നില്ല. അയാൾ പറയുന്നത് തന്നെ വാക്ക്, ഈ സീതയുടെ വാക്ക് തന്നെ വലിയ വിലയുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ അത് അവിടെ പോയിട്ട് വീണ്ടും അഗ്നിശുദ്ധി വരുത്തണം. എന്നിട്ട് രണ്ടാമത് വീണ്ടും ഈ പെങ്കൊച്ചിനെ അഗ്നിശുദ്ധി വരുത്തുന്ന സമയത്താണ് ഇവള് അടിയിലേക്ക് പോയെന്ന് പറയുന്നത്. ഇതൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. രാവണൻ കീജയ് എന്ന് വിളിക്കാത്ത ഒരു ദിവസവും ലങ്കയിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഈ വാനരം വന്നിട്ട് വാൽത്തി വെക്കുന്നതെന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ഉണ്ട്. പെർസ്പെക്ടീവ്സ് ഭയങ്കര രസമാണ്. ഇത്ര നാള് കഴിഞ്ഞിട്ട് ഈ മിത്തിനെ ആൾക്കാർ ഇപ്പൊ കാണുന്ന പെർസ്പെക്റ്റീവ് പോലും ഇപ്പൊ ഞങ്ങൾ പടത്തിലുണ്ട്. ഹനുമാൻ സീതയെ വന്ന് കണ്ട് മറ്റേ മോതിരം കൊടുത്ത പോയിന്റൊക്കെ അവർക്കൊരു സീക്രട്ട് സ്പേസ് ആണ്. അവിടെ ഒരു അമ്പലമുണ്ട്. സീത എന്നും ഗോഡസ് സീതയാണ്. അപ്പൊ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നേരെ ഇപ്പുറത്തെ ആക്സസ് അതെങ്ങനെ കാണുമ്പോൾ
രസമാണ്. ഈ പെൺകുട്ടികളെ ഇപ്പോൾ നമ്മൾ സ്ത്രീകളെ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ ഈ അടുത്ത കാലത്താണ് മ്യൂസിക് ഇട്ട് തുടങ്ങിയത്. നന്നായിട്ട് മ്യൂസിക് മീഡിയൊക്കെ കിട്ടിയ പടമാണ് ജയ 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 ഹേ എന്ന് പറയുന്നത്. അത്തരം ഒരു പടം ചെയ്യാൻ കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക്. അത് പുതിയതാണ്, പുതിയ പരിപാടിയാണ്, അത് നമ്മൾ അതുവരെ പിടിച്ചിട്ടില്ല. അതൊരു വീട്ടമ്മയാണ്, ഗുസ്തിക്കാരിയൊന്നും അല്ല. അത് മുമ്പ് മറ്റു തരത്തിലുള്ള ആയോധന കലകളോ അല്ലെങ്കിൽ സ്പോർട്സോ ഒക്കെ നമ്മൾ പിടിക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വീട്ടമ്മ പോയിട്ട് ഇടിക്കുക എന്ന് പറയുന്ന സമയത്ത് ആ കഥ പറയുമ്പോൾ എന്താണ് തോന്നിയത്? തിയേറ്ററിൽ കണ്ടിട്ട് അതെനിക്ക് ഞാനായത് കൊണ്ട് ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റിനെക്കാളും ഈ നമ്മള് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ഹീറോസ് എല്ലാം ചെയ്ത് കണ്ടിട്ടുള്ള സാധനം എല്ലാവരും കൈയടിച്ച് കാണുന്നത് പെട്ടെന്ന് വേറൊരു വേൾഡ് തുറന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അന്ന് അത് ഭയങ്കര ടെൻഷനോടെ ആയിരിക്കുന്നത്. ഇത് എങ്ങനെ റിസീവ് ചെയ്യുമെന്ന് നമുക്കൊരു പിടിയില്ല. ലൈക്ക് വി ഡോണ്ട് നോ ആ മോമെൻറ്റ് തിരിച്ചടിക്കുന്നത് എങ്ങനെ റിസീവ് ചെയ്യുമെന്ന്. ഐ റിമെമ്പർ ഞങ്ങൾ വരിയായിട്ട് ലാസ്റ്റ് തിയേറ്ററിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ലൈക്ക് അത് കിക്ക് വന്നതും ദ ഹോൾ ഓഡിയൻസ് ഇറപ്റ്റഡ്. അപ്പോൾ ഭയങ്കര കൈയടിയും എല്ലാവരും ലൈക്ക് എണീറ്റ് നിന്ന് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊരു പിന്നെ ലൈക്ക് ഇറ്റ് വിൽ ടേക്ക് ഓഫ് എന്നറിയാം. ആ മൊമെന്റ് ഇതുവരെ നമുക്ക് അറിയില്ല എങ്ങനെ സ്വീകരിക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല, ബിക്കോസ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് എന്നെ എന്താ പറയുക, ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും പറയും ഈ സ്ലോ മോഷനിൽ ഇങ്ങനെ കവിളൊക്കെ ഇളകി ഇടിക്കാൻ പോകുന്നു, ദേഷ്യം, അതൊന്നും പെണ്ണുങ്ങൾ ചെയ്യുന്നത് കാണുന്നില്ല. അപ്പോൾ ഐ വാസ് ത്രിൽഡ് ദാറ്റ് അത് കാണുന്നു, അതിൽ ഞാനാണെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഭീമന്റെ വഴിയിലാണ് ഒരു മാസ് സീൻ, പിന്നെ മന്ദാകിനിയിൽ ഒരു മ്യൂസിക് ഇട്ട് ഒരു ലേഡി നടന്നു വരുന്നുണ്ട്. അതൊക്കെ രസമാണ്, നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു പുതുമയുണ്ടാവും. പിന്നെ ഈ ദർശനയ്ക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയാമോ? മലയാളത്തിൽ ഇപ്പൊ ഉർവശി ചേച്ചിയുടെ പേരിൽ ഉർവശി എന്ന് പറയുന്ന പാട്ടുണ്ട്. ദർശനയുടെ പാട്ടില് ദർശന തന്നെ പാടി, ദർശന തന്നെ അഭിനയിച്ച്, ദർശനയുടെ പേരിൽ തന്നെ അങ്ങനെ ചെയ്യാനില്ല. അതെ, തീർത്ത് കളഞ്ഞു, എല്ലാം അങ്ങ് ചെയ്തു. ഇത് ആർക്കുണ്ട് ഈ ഭാഗ്യം? മമ്മൂക്കൊണ്ടോ? ലാലേട്ടന്റെ പേരിൽ പാട്ടുണ്ട്, പക്ഷേ അത് അവനവൻ തന്നെ പാടി ഇത്ര ഹിറ്റ് ആവുക. ദർശന എന്ന് പറയുന്ന പേര് പറയുമ്പോ തന്നെ എന്റെ മനസ്സിൽ ഹിഷാമിന്റെ മ്യൂസിക് ആണ് വരുന്നത്. അങ്ങനെ കുറെ പേര് അങ്ങനെ വിളിക്കാറില്ല. ഇപ്പൊ ഈവൻ ആൾക്കാർ ഇപ്പൊ സംസാരിക്കാൻ വരുന്ന അറിയാത്തവരൊക്കെ വരുമ്പോ പാട്ട് പാടി വിളിച്ചാണ് വരുന്നത്. കുറെ പേര് പാട്ടിലേക്ക് ഞാൻ കേൾക്കാത്തൊരു ദിവസമില്ല. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആ പാട്ട് വന്നുകൊണ്ടേയിരിക്കും. അതൊരു വലിയ ഭാഗ്യമാണ്, സുഖപ്പെടാതിരിക്കാൻ പറ്റില്ല. എന്റെ എന്നിൽ അവസാനിക്കുന്നോണ്ട് നിനക്ക് ചാൻസ് ഇല്ല. റോഷ, തൊട്ടപ്പല്ല് ഞാൻ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു അസാധ്യ പെർഫോമറാണ്. പക്ഷെ തെക്കൻ തല്ല് കേസിലും മുണ്ട് മടക്കി കുത്തി ഇങ്ങനെ വരുന്ന സമയത്ത് ചില മാനറിസംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊരു നാട്ടിൻപുറത്തുകാരൻ കാണിക്കുന്ന സാധനങ്ങളാണ്. റോഷൻ അത് നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തു തന്നോ, എങ്ങനെയാണ് വാക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. റോഷന്റെ അവിടേക്കുള്ള എക്സസൈസ് എന്താണ് ശരിക്കും? ഞാനൊരു നാട്ടിൻപുറത്തുകാരനൊക്കെ തന്നെയാണ്. നമുക്ക് പല വേർഷൻസ് ഉണ്ടല്ലോ. ഇതിപ്പോ ഞാൻ എന്റെ വീട് ചങ്ങനാശ്ശേരിയില്ല, അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനൊന്നും അല്ല. അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ എല്ലാം ബേസിക്കലി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പോയിന്റ് വരെ നമുക്ക് എവിടെയെങ്കിലും ഈ ക്യാരക്ടറിലേക്കുള്ളൊരു ഹുക്ക് കിട്ടും. അത് പണ്ട് ഞങ്ങൾ ഉറുഭംഗം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭയങ്കര ഫേമസ് ഒരു നാടകക്കാരനും ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ഫിലിം ആക്ടറാണ് നീരജ് കവി. അപ്പോൾ നീരജ് കവി പറഞ്ഞാണ്, ഉറുഭംഗം നിങ്ങളെങ്ങനെ ഉറുഭംഗത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയില്ലല്ലോ, അങ്ങനത്തെ ഒരു രാജാവല്ല, നിങ്ങൾക്ക് ഇങ്ങനെ തുടക്കടി കിട്ടിയിട്ടില്ല. അങ്ങനെ ഇത് പറഞ്ഞു വരുമ്പോൾ എല്ലാത്തിൻ്റെയും കോറിലൊരു ഹ്യൂമൻ ഇമോഷൻ ഉണ്ടാവും. അത് നമുക്ക് എവിടുന്നെങ്കിലും ഒക്കെ കിട്ടും. പിന്നെ ബാക്കി കുറേയൊക്കെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് ഫില്ല് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ, നമുക്ക് പരിചയമുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പോയി തപ്പണം. ഇപ്പം ഞാൻ മൂത്തോൻ ചെയ്ത സമയത്ത് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഇമ്പയർഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ ഭയങ്കര ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പം എന്നെ സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ച സാറിൻ്റെ തന്നെ സ്റ്റുഡൻസ്. പിന്നെ 2-3 ദിവസം അവരുടെ കൂടെ അങ്ങ് കൂടി. അതിലൊരാൾ കൊല്ലത്തെ റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ അവരുടെ ഒരു ചില്ലിങ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാവുന്നത് ഇവർ തമ്മിൽ സംസാരിക്കുമ്പം ഇവർ യൂസ് ചെയ്യുന്ന സൈൻ ലാംഗ്വേജ് അറിയാത്ത ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സൈൻ ലാംഗ്വേജും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർക്ക് മറ്റേ ഷോർട്ട് ഹാൻഡ് പോലെയാണ്, ഡോക്ടർമാർ എഴുതുന്ന പോലെയാണ് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ. ഒന്നും മുഴുവൻ കാണിക്കില്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഇതേ സാധനം എൻ്റെ അടുത്ത് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇത് ആരോടാണ് പറയുന്നത് എന്നുള്ളതനുസരിച്ചാണ് ശരിക്കും ഈ ലാംഗ്വേജ് മാറുന്നത്. അല്ലാതെ ഇതാണ് എൻ്റെ ലാംഗ്വേജ്, ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവും എന്നുള്ള സീനല്ല. ഇങ്ങനെ നമുക്ക് പോയി കണ്ടുപിടിക്കാം. ഈ എഴുതുന്ന ആൾക്കാരും കഥാപാത്രങ്ങളും ഒക്കെ ലോകത്തൊക്കെ ഉള്ള സാധനങ്ങളിൽ ബേസ് ചെയ്ത പോലെ ലോകത്തൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണല്ലോ. അപ്പം അങ്ങനെ തീർത്തും എനിക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും സാധനമാണെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട്
ഇടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ വർക്കാവും, ചിലതൊക്കെ വർക്കാവില്ല. പല ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എപ്പോഴും ആരാണിത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ആരാണ് എഴുതിയിരിക്കുന്നത്, എഴുതിയ മെറ്റീരിയലിനെ ഡയറക്ടർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് ശരിക്കും ഏറ്റവും വലിയ പരിപാടി. ഇപ്പോൾ ശ്രീധരനും മധുചേട്ടനും ഒക്കെ കൂടിയിട്ട് തന്നതാണ് എനിക്ക് പൊടിയനെ. അപ്പോൾ അവിടെ ഞാൻ തെക്കൻ നെല്ലേസിൻ്റെ ഷൂട്ട് ഞാൻ ചെല്ലുന്നത് ഇവർ 17 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പടം തുടങ്ങി. ഞാൻ ആ സമയത്ത് നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ പടം കൊത്തെന്ന് പറഞ്ഞ പടം തീർത്തുകൊണ്ടിരിക്കുക. കൊത്തിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂൾ തീർത്തിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ 17 ദിവസം ഷൂട്ട് ചെയ്ത് ഇവരെല്ലാവരും ഒടുക്കത്തെ കമ്പനിയായി. നിമിഷം അതിലേക്കൂടെ പാറപ്പറം നടക്കുന്നു, എല്ലാവരും ഒരു യൂണിറ്റായി. ഞാൻ മാത്രം അവിടെ പുതിയ ആൾ. എനിക്ക് പേടിയായി. അങ്ങനെ ഞാൻ പേടിച്ച് ഞാൻ ക്യാരവാനിൽ തന്നെ ഇരിക്കുവായിരുന്നു. ആദ്യം എടുക്കുന്നത് മറ്റേ പെണ്ണ് കാണലിൻ്റെ ഒരു സീനാണ്. ആ കഥയിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട്. ഒരൊറ്റ ഒരാളുമായിട്ടുള്ള സീനൊന്നും അല്ല, എൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള സീൻ പോലും അല്ല, എല്ലാവരും. അപ്പൊ ഞാൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പേടിച്ച് ഇതിനകത്ത് ഇരുന്നിട്ട് കുറേ നേരം പേടി, അങ്ങോട്ട് ചെല്ലാനേ തോന്നില്ല. ഷൂട്ട് തുടങ്ങിയെന്നറിയാം, നമ്മുടെ ഷോർട്ട് ആകുമ്പോൾ വിളിക്കും. ഞാൻ അങ്ങനെ ഒരിക്കലും ക്യാരവാനിൽ ഇരിക്കുന്ന ആളല്ല. അപ്പുറത്ത് എൻ്റെ സീൻ തുടങ്ങി കഴിയുമ്പോൾ പേടിച്ചിട്ടിരിക്കുക. പിന്നെ ഏതോ ഒരു പോയിന്റിൽ ഞാൻ ആലോചിച്ചു, ഇന്നിവിടെ ശരിക്കും പുതിയതായിട്ട് വന്ന ഞാൻ മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട്, പൊടിയൻ. അപ്പൊ പൊടിയനെ അള്ളി പിടിച്ചിട്ട് അങ്ങ് പോയേക്കാം. അവൻ ഇതുവരെ ഇവിടെ ആരും കണ്ടിട്ടില്ലല്ലോ, അവനും ഇവിടെ ആരെയും പരിചയമില്ല, അത്രേ ഉള്ളൂ, അങ്ങനെ അങ്ങ് ചെല്ലാം. ഇനി ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നതാണ് പൊടിയൻ. അങ്ങനെ വിചാരിച്ചിട്ട് പോയി ചെയ്താ. പിന്നെ എല്ലാം ഇവരെല്ലാരും കൂടെ തരുന്ന ഒരു കോൺഫിഡൻസ്. ബീച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അവരാരും ഇങ്ങനെ അക്കളാൽ കഴിഞ്ഞിട്ട് ആ പടം. നിങ്ങളോട് എല്ലാവർക്കും ഒരു ബഹുമാനവും കൂടെ ഉണ്ടാവും. അത്യാവശ്യം ആക്ടിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള ഒരു ബഹുമാനവും കൂടെ ഉണ്ടാവില്ല. എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ സാധനം പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ. എവിടെ പോയി ചെയ്യും ഇത്? അല്ല, പുതിയ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതെ ഇത് അല്ല, അതാ എത്രയൊക്കെ ഫിഗർ ഔട്ട് ചെയ്താലും പുതിയൊരു പടം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് എപ്പോഴും. പിന്നെയും എല്ലാം ഫിഗർ ഔട്ട് ചെയ്യണം. പിന്നെ ഇതിനകത്ത് വേറൊരു ട്രിക്കി സാധനം വെച്ചാൽ, നമുക്ക് നാടകമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആക്ടർ ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞ് 90% സമയം കളയുന്നത് ഒന്നെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഈ ഓഡിഷൻ പരിപാടികൾ ഷൂട്ട് ചെയ്തോ അല്ലെങ്കിൽ ഓഡിഷന് പോയിട്ടോ. ഇവിടെ ഒന്നും നമ്മൾ ആക്ച്വലി ആക്ട് ചെയ്യുകയല്ല. ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരു ആക്ടറുമായിട്ട് ഗിവ് ആൻഡ് ടേക്ക് വേണം. അതല്ലാതുള്ള സാധനത്തിന് ആക്ച്വലി ആക്ടിങ് ആയിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല. ഇപ്പം ഈ സ്റ്റേജിൽ മോണോലോഗുകൾ പെർഫോം ചെയ്യുമ്പോൾ ചോദിക്കില്ല നിങ്ങൾ ആരോടാ പറയുന്നത്, അതിനൊരു ഉത്തരം ഉണ്ടെങ്കിൽ മൊത്തം മോണോലോഗിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. അല്ല, ഇത് പേപ്പറിൽ ഉള്ളതുകൊണ്ട് സ്റ്റേജ് ലൈറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് എന്നുള്ള മൂഡിൽ ചെന്നാൽ ഭയങ്കര ചളിയായിരിക്കും. പിന്നെ ഇത് രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നമുള്ള കാര്യം വെച്ചാൽ, ഏറ്റവും നല്ല ആക്ടേഴ്സ് അഭിനയിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ലാലേട്ടൻ പെർഫോം ചെയ്യുന്നു, നമുക്ക് ബ്രഹ്മയുഗം ചെയ്യുന്നത്, അതിന് കാതൽ ചെയ്യുന്നു, നമുക്ക് നൻപകൽ ചെയ്യുന്നു, ഫഹദ് ആവേശം ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും എന്ത് ഈസിയാണല്ലേ പരിപാടി. ചെന്ന് നിന്ന് കഴിയുമ്പോൾ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ പൊടി ഇതെങ്ങനെ അവര് ഇത് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ ചതുരം കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് റോഷനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അതേപോലത്തെ സിനിമ അല്ല കേട്ടോ, ഇത് വേറെ ലെവൽ സിനിമയാണ്. ആ ത്രെഡുമായിട്ട് ഞാൻ വരുമ്പോൾ അന്ന് ഭയങ്കര ലെവലിലായിരിക്കും. കാരണം ഇവിടെ ആയിരിക്കില്ല അന്ന് റോഷൻ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. മൊത്തം ബോളിവുഡ് പരിചയകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ മറന്നു വരും. ഒരിക്കലും ഇത് ഇന്റർവ്യൂ സാക്ഷി. ഇതിന്റെ ക്ലിപ്പുമായിട്ട് ചേട്ടൻ വരുമായിരിക്കും, പക്ഷെ ഞാൻ ഓർക്കും ക്ലിപ്പ് പ്ലേ ചെയ്യുന്നതിന്. ഈ ചതുരം ചെയ്യുന്ന സമയത്ത് റൊമാൻസ് ആണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഒന്ന്, ഈ ഒരു പരിപാടികൾ മലയാള സിനിമയിൽ അധികം ഇല്ല. ഇപ്പൊ സിദ്ധാർത്ഥ എടുക്കുന്ന സമയത്ത് ഇത്തരം ഒരു ഇന്റിമേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ചില സാധനങ്ങൾ, പിന്നെ അതിന്റെ കഥയുടെ ഒരു പോക്ക്, ഇതൊക്കെ നമ്മളെ വ്യക്തി ജീവിതത്തെ പോലും ചിലപ്പോൾ ബാധിക്കും, ഒരു ആർട്ടിസ്റ്റിനെ പോലും ബാധിക്കും. ചില ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരെ വന്നിട്ടുണ്ട്. അപ്പം ഒരു ചുവടുവെപ്പാണിത്. തെറ്റിപ്പോയാൽ തെറ്റിപ്പോവാം. ഇതിന്റെ ലേഴ്സ് ഉണ്ട്, തിൻ ലേഴ്സ് ഉണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഇതിന്റെ വേറൊരു പടമായിട്ട് ആൾക്കാർ ചിത്രീകരിക്കും. ആ രീതിയിൽ എടുക്കില്ല. അപ്പം റോഷനാണെന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത് സെലക്ട് ചെയ്യുന്ന സമയത്തും സിദ്ധാർത്ഥ പറയുന്ന സമയത്തും ഒക്കെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിലായി? അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ. പക്ഷെ കൂടെയുള്ള ആൾക്കാരെ വിശ്വസിക്കുക എന്നുള്ളൊരു ചോയ്സ് നമ്മൾ എടുക്കുക. കാരണം ഇത് നമ്മൾ ആ സീൻ പെർഫോം ചെയ്യുന്ന സമയത്തും പിന്നീട് ഇതൊരു സിനിമയായിട്ട് വന്നു കഴിയുമ്പോഴുള്ള സമയത്തും ഇതെല്ലാം ഇത് ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന ടീമിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഇതെല്ലാവരും കാണുന്നത്. അന്നത് നമ്മൾ പെർഫോം ചെയ്യുന്ന മൊമെൻറ്റിൽ മേക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻറ്റൻഷൻസ് പ്യുവർ ആണെങ്കിൽ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ശരിക്കും അത്രേ ഉള്ളൂ. അത് മേക്ക് ചെയ്യുന്നവരുടെ ഇൻറ്റൻഷനിൽ എന്തെങ്കിലും 1% പോലും പ്യുവർ അല്ലാത്ത ഒരു തോട്ട് ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ ഫീൽ ചെയ്യാം. അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആവും വളരെ പെട്ടെന്ന്.
അത് ശരിക്കും ഒരു സെറ്റിലുള്ള ഒരു എനർജിയാണ്. അത് എങ്ങനെ വാക്കുകളിൽ എങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അവിടെ ചെന്ന് ഇത് നടക്കാൻ പോകുന്ന ആ ഷോട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഓക്കെ ആയിരിക്കുമോ അതോ ഇത് മോശമായിരിക്കുമോ എക്സ്പീരിയൻസ് എന്നുള്ളത്. അതേപോലെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇത് സിനിമയായിട്ട് വന്നു കഴിയുമ്പോൾ. അപ്പോൾ റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ ആയിരിക്കും പലപ്പോഴും ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങുന്നത്. സിനിമ ചെയ്തു വരുമ്പോഴാണ് ഇവരുമായിട്ട് പരിചയമാവുന്നത്, ആൾക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ നേരത്തെ അവർ ചെയ്തിട്ടുള്ള വർക്കൊക്കെ കാണാൻ പറ്റുന്നതാണെങ്കിൽ ഭാഗ്യം. ചിലപ്പോൾ ഒരു പുതിയ ഡയറക്ടറോ പുതിയ ടീമോ ഒക്കെ ആവാം. അപ്പോൾ നമ്മളൊരു ഗട്ട് ഫീലിംഗ് വെച്ചിട്ട് നമ്മൾ ഇവരെ അങ്ങ് വിശ്വസിക്കുന്നു എന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അത് ഓക്കെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് ചെയ്യാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ആലോചിക്കുന്നത് നമ്മളൊരു ആക്ടറാണ്, നമ്മളൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ പുതിയ നിയമമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ പോയിന്റിൽ ഒരാൾ പറഞ്ഞു, ഞാനിപ്പോൾ നാടകങ്ങൾ മാത്രം ചെയ്ത് നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ പോയിന്റിൽ എൻ്റെ ഫാമിലിയിൽ ഒരാൾ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ അങ്ങനെ പോയിട്ട് ഒരു പടത്തിൽ റേപ്പിസ്റ്റായിട്ട് അഭിനയിക്കും. റേപ്പിസ്റ്റായിട്ട് അഭിനയിക്കുമല്ലേ? അല്ല, പിന്നെ അതിൻ്റെ തന്നെ എക്സ്റ്റെൻഡഡ് ആർഗ്യുമെന്റ് വന്നു. പിന്നീട് കിട്ടാൻ പോകുന്ന സിനിമകൾ ഒക്കെ അതുപോലെ ആയിപ്പോകും. അപ്പം ഈ സിനിമ തന്നെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നീട് സിനിമ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്താലോചിച്ചിട്ടാണ് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ഒരു സാധനവും ചാർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന, പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡൊന്നാണ്. നമ്മൾ വിശ്വസിച്ചൊരു പരിപാടി അങ്ങ് ചെയ്യുക. പക്ഷെ ചതുരം സൈനയുടെ OTT-യിലാണ് റിലീസ് ചെയ്തത്. റിലീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്ലാറ്റ്ഫോമിന്റെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നു പ്ലാറ്റ്ഫോം. കാരണം ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വിൽക്കപ്പെടുന്ന എവിടെയാണെന്നുള്ളൊരു സാധനവും കൂടെ ഉണ്ട്. അതും നമ്മുടെ ഒരു വിഷയമാണ്. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ ഇറോട്ടിക് ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണർ എടുത്താൽ തന്നെ നമുക്കറിയാലോ, ഇത് പടം കാണാൻ വരുന്നവരെല്ലാവരും ചിലപ്പോൾ പടം ഫുള്ള് കാണാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല വരുന്നത്. അങ്ങനെ വന്നാൽ പോലും അവർക്ക് കാണാനൊരു നല്ല പടം ഉണ്ടാവണം അതിനകത്ത്. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ സാധനമാണ്. നമ്മുടെ ഇന്റൻഷൻ എന്താണോ? നമ്മുടെ ഇന്റൻഷൻ ഒരു നല്ല സിനിമ ചെയ്യുക എന്നുള്ളതാണോ, അതോ നമ്മുടെ ഇന്റൻഷൻ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്ന ഒരു സാധനം 1-2 ക്ലിപ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്? അതനുസരിച്ചിരിക്കും ഫൈനൽ ഔട്ട്കം എങ്ങനെ വരുന്നു എന്നുള്ളത്. ഞാൻ വിശ്വസിച്ച് കയറുകയാണ്, എൻ്റെ ഇന്റൻഷൻ ഇതാണ്, എൻ്റെ കൂടെ ഉള്ള വരുന്നവരുടെയൊക്കെ ഇന്റൻഷൻ അതായിരിക്കണം എന്ന് വിചാരിച്ച് അങ്ങ് കയറുക, ചെയ്യുക. ദർശന ശരിക്കും ഈ സിനിമയുടെ സമവാക്യങ്ങൾക്കകത്ത് നിൽക്കാത്ത ഫ്രെയിമുകളൊക്കെ വെച്ച് ചെയ്തതാണ് കൃഷാന്തിൻ്റെ പുരുഷപ്രേതം എന്ന് പറയുന്നത്. അതിനകത്ത് റൂൾ ഓഫ് തേർഡൊക്കെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധായകൻ മാത്രമല്ല, എനിക്ക് തോന്നുന്ന ഒരു അറിവിൻ്റെ നിറകുടമാണ് മനുഷ്യൻ. അയാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ദർശനയ്ക്ക് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു നോളജ് കിട്ടുമല്ലോ, ഒരു അപ്ലിഫ്റ്റിംഗ് ഉണ്ടാവും. നമ്മളൊക്കെ ഇങ്ങനെ വളരണ്ടേ എന്ന് തോന്നും കുറച്ചു നേരം കൃഷാന്തുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. എന്താണ് പുരുഷപ്രേതത്തിൻ്റെ ഒരു? എനിക്ക് ആദ്യത്തെ ദിവസം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവൂല എന്താ സംഭവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അപ്രോച്ച് എന്താണ്. ഇങ്ങനെ അൺകൺവെൻഷണൽ ആയിരുന്നു എല്ലാം. അപ്പൊ ഞാൻ അതിലേക്കൊന്നും മനസ്സിലാക്കാൻ നോക്കിയേയില്ല. ഐ വാസൻ ട്രൈങ് ടു എന്താണ് പുള്ളിയുടെ പരിപാടി എന്ന് മനസ്സിലാക്കാൻ നോക്കിയില്ല. ഐ ന്യൂ മൈ എൻ്റെ ഒരു ഇമോഷൻ, എൻ്റെ ഒരു ഗ്രാഫിൽ ഫോക്കസ് ചെയ്തിട്ട് ഞാനും അപ്പൊ സിനിമ കാണുന്നത് എല്ലാവരും കണ്ട പോലെ തന്നെ ഞാനും ഫ്രഷ് ആയിട്ട് ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഐ തിങ്ക് ആവാസവ്യൂഹം കണ്ടിട്ട് ഐ വാസ് മൈൻഡ് ബ്ലോൺ. അതുപോലെ ഞാൻ അതെ, അപ്പൊ അങ്ങനത്തെ ഒരു മേക്ക് ഐ വാസ് എന്താ പറയാ, അതുപോലെ എക്സൈറ്റ്മെന്റ് തോന്നിയത് ആ കാലത്ത്. ഐ തിങ്ക് ദാറ്റ് വാസ് ഭയങ്കര എല്ലാവരെയും വിളിച്ച് കാണും പടം കാണും, അയ്യോ ഈ പടം കണ്ടില്ല ആ വേഗമാണ്, അങ്ങനെ തോന്നിയ ഒരു പടമായിരുന്നു അത്. എന്തിലേക്ക് പ്ലേസ് ചെയ്യണമെന്ന് അറിയില്ല, ഏത് ബ്രാക്കറ്റിൽ ഫിറ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല. പക്ഷേ വാട്ട് ആൻ എക്സ്പീരിയൻസ്. അപ്പോൾ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, ആസ് എ പേഴ്സൺ, ആസ് എ ഫ്രണ്ട്, ഓവർ ദ കോഴ്സ് ഓഫ് ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും കാലമായിട്ട് ഐ നോ ഹിം ആൻഡ് ഹീസ് ഭയങ്കര നോളജബിൾ. ഭയങ്കര ഇപ്പോൾ ഒരു എന്തിനെ പറ്റിയും നമുക്ക് സംസാരിക്കാൻ ഒരു എന്താ, ഐ ഓൾവേസ് പിക്ക് ഹിസ് ബ്രെയിൻ അബൌട്ട് മെനി തിങ്സ്. സിനിമ അല്ലാതെയും ജനറലി ഇറ്റ്സ് എ കോൺവെർസേഷൻ ദാറ്റ്സ് വെരി സ്റ്റിമുലേറ്റിംഗ്. അത് എപ്പോഴും സിനിമയിലും തോന്നും. ആൻഡ് ഭയങ്കര എന്താ, ഇത്രയും വെച്ചിട്ട് ഇത്രയും ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഭയങ്കര രസം. അങ്ങനത്തെ ഒരു എനർജി ഒരു നാടകത്തിലൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു കാശ് ഒരിക്കലും വെരി ലിറ്റിൽ, പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൊണ്ടുവന്ന് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എല്ലാം ചെയ്യുന്ന ടൈപ്പ് ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ആ ഒരു പ്രോജക്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളത് നാടകത്തിൽ എപ്പോഴും സംഭവിക്കുന്നതാണ്. കൃഷാന്തിൻ്റെ സെറ്റിൽ ഞാൻ എപ്പോഴും തോന്നിയിട്ടുള്ളത് എല്ലാവരും അത് ആ ഒരു കൃഷാന്തിനെ പോലെ തന്നെ എല്ലായിടത്തും ആൾക്കാർ അതേ ഒരു
ആക്ടേഴ്സ് ആയാലും ക്രൂ ആയാലും അങ്ങനെ തന്നെ അത്രയും റെസ്പോൺസിബിലിറ്റിയോടെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് ലൈക്ക് എന്നെ എന്തിനു വിളിച്ചാലും ഞാൻ പോകും. അങ്ങനെ ഒരു പുള്ളി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവുന്ന ഗഗനചാരി ഇപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ് അഗൈൻ, ലൈക്ക് ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് പ്രോജക്ട്. ഈവൻ ഇപ്പം ഞാൻ പ്രശാന്തിൻ്റെ കൂടെ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്, ഗാങ്സ് 4 സംഘം എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഷൂട്ട് ചെയ്യുന്നുണ്ട് സോണി ലിവിന്. അപ്പോൾ അതും ഇതേപോലെ നമ്മൾ എന്തൊക്കെയോ സ്ക്രിപ്റ്റിൽ വായിക്കും, അവിടെ പോയി സംഭവിക്കുന്നത് വേറെ എന്തൊക്കെയോ ആണ്. ആൻഡ് ഹീൽ ഫ്ലോ വിത്ത് ഇറ്റ്. വരുന്ന ഒരു ഇത് വെച്ചിട്ട് എന്തൊക്കെയോ മാജിക് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും പറ്റും. ആൻഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, ഇപ്പം നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത മാജിക് അടുത്ത ദിവസം ഇരുന്ന് എല്ലാവരും ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യും. അതെല്ലാവരും ട്രിപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു രസമുള്ള എൻവയൺമെന്റ് ആണ്. ക്രിസ്റ്റഫർ നോളനെയൊക്കെ പുള്ളി മലയാളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് തോന്നുന്നു. അങ്ങനെയാ റോഷൻ, ഈ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം ഭയങ്കര രസമുള്ള ഒരു സംഗതിയാണ്. അത് 2 ക്രിയേറ്റേഴ്സ് തമ്മിലുള്ളതാണോ സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഇത് സോ കോൾഡ് സൗഹൃദമാണോ എന്നുള്ളത് അറിയില്ല. എന്താണ് ശരിക്കും എക്സാക്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്ട്രാക്ട് എന്താണ്? ഇയാൾക്ക് ഭയങ്കര ബുദ്ധിയുള്ളതുകൊണ്ടാണോ, അല്ലെങ്കിൽ റോഷന് ഭയങ്കര സുന്ദരനായതുകൊണ്ടാണോ, എന്താണ്? അപ്പൊ എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് സൗന്ദര്യമില്ലെന്നാണ് ഞാൻ ദർശനെ ഫസ്റ്റ് പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ഞങ്ങൾ രണ്ടുപേരും ക്രിയേറ്റേഴ്സും ഒക്കെ തന്നെയാണ് ഒരു രീതിയിൽ. ആ സമയത്ത് നാടകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഒരേ സമയത്ത് നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദ ഫ്രണ്ട്ഷിപ്പ് അത് മാത്രം കാരണം സംഭവിച്ച ഒരു സൗഹൃദമൊന്നും ആയിരുന്നില്ല. അത് മാത്രം കാരണമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവിടുന്ന് പിന്നെ ചെന്നൈയിൽ കുറച്ചാൾ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബോംബെക്ക് പോയി. അപ്പോഴും ഈ കണക്ഷൻ കണ്ടിന്യൂ ചെയ്തത് ബിക്കോസ് വേറെ എവിടെയൊക്കെയോ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ട് ഉണ്ടായിരുന്നു വേറെ തന്നെ. അങ്ങനെ പിന്നെ വന്നിട്ട് ഈ സിനിമയിൽ പോലും ദർശനാണ് ആദ്യം സിനിമകൾ ചെയ്തു തുടങ്ങുന്നത്, ആദ്യം മലയാള സിനിമ ചെയ്യുന്നത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ദർശന ഏത് സിനിമയുടെ ഒക്കെ പേര് പറയുന്നത്, നമ്മൾ ഒത്തിരി പടങ്ങൾ കണ്ട കുറേ ആക്ടേഴ്സിനോടൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഞാൻ പിന്നെ ബോംബെയിൽ കിടക്കുന്ന സമയം ദർശനയുടെ ഒരു പടം റിലീസായി തിയേറ്ററിൽ അത് കാണാൻ പോയി. പിന്നെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ ഞാനും വന്നു. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചതാണ്. എവിടെയോ ലൈഫിൽ ഒരു പോയിന്റിൽ വെച്ച് കണ്ട ഒരാൾ, ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചു വരുന്നതല്ല, ഞാൻ കോളേജിൽ പഠിക്കാൻ പോയ സ്ഥലത്ത് നാടകങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ അവിടെ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വേറൊരു മലയാളി കുട്ടി. അത് ചെന്നൈ വിട്ടപ്പോഴത്തേക്കിനും അത് തീർന്നെന്ന് വിചാരിച്ച് തീർന്നില്ല. പിന്നെ ഞാൻ ബോംബെയിൽ പോയപ്പോഴത്തേക്ക് തീർന്നെന്ന് വിചാരിച്ച് തീർന്നില്ല. തിരിച്ച് ഞാൻ കൊച്ചി വന്നപ്പോൾ ദേ ഇവിടെ നിൽക്കുന്നു. അപ്പം അങ്ങനെ ഇത് ഓവർ ടൈം ഇറ്റ് ഈസ് ബിക്കം വെരി കംഫർട്ടബിൾ. ലൈക്ക് തമ്മിൽ നമുക്ക് എല്ലാം അറിയാം, ലൈഫ് ഫുള്ളായിട്ട് അറിയാം. ഒരു സീനിലേക്കൊക്കെ കയറുമ്പം നമുക്കറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആക്ടർ, ഈ ആക്ടറുടെ മുമ്പിൽ എനിക്ക് ചുമ്മാ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. ആ സീനിൽ ഞാൻ എന്തെങ്കിലും ഫേക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിടിക്കും. നമ്മളെ അറിയാവുന്ന ഒരാളാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരുമിച്ച് നാടകങ്ങളും ഒക്കെ ചെയ്ത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ലൈക്ക് ക്രിയേറ്റർ ആവുക എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഇവോൾവ് ആയി വരികയാണ് ആ റിലേഷൻഷിപ്പിൽ. അത് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ദർശനയുടെ കൂടെ ചെയ്ത പടങ്ങളൊക്കെ, ഇപ്പോൾ ഈ ആണും പെണ്ണുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര പ്രഷ്യസാണ്. ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് നല്ല വർക്കെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്ന, അങ്ങനെ ഭയങ്കര പ്രഷ്യസായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം സിനിമകളാണ് കൂടെ സീ യു സൂൺ, ആണും പെണ്ണും. അപ്പം അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നൊരു സ്വാർത്ഥമായ ആഗ്രഹമുണ്ട്. എന്താണ് ശരിക്കും റോഷൻ? ഒരു പാട്ടുണ്ടാക്കും എൻ്റെ പേര് വെച്ചിട്ട്. അതെ, എന്നെ വെച്ച് എൻഡ് ചെയ്യുന്നോണ്ട് പറ്റൂല, അത് റിജക്ട് ചെയ്തു. പക്ഷെ റോഷനെ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇതേപോലെ ഞാൻ ഫസ്റ്റ് നാടകം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെന്നൈയിൽ. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു വേൾഡ് തിയേറ്റർ ഡേൻ്റെ ബ്രിട്ടീഷ് കൗൺസിൽ ഓർഗനൈസ് ചെയ്തൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ചെന്നൈ തിയേറ്ററിലത്തെ കുറേ പേര് വരുന്നു, അങ്ങനെ എന്തൊക്കെയോ കോൺവെർസേഷൻസ് അബൌട്ട് തിയേറ്റർ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഈവൻ കോളേജിൽ നിന്നല്ലേ ഒരു ഈ ഇൻ ബിറ്റ്വീൻ ഫില്ലർ പോലത്തെ ഒരു സാധനം. അപ്പോൾ ആ ഫില്ലറിൽ ഇവൻ ഒരു ഇന്റർപ്രിറ്റേറ്റീവ് ഡാൻസ് പോലത്തെ ഒരു പെർഫോമൻസ് ചെയ്തു. ഞാൻ ചിരിച്ച് ചത്തു. ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു കലാരൂപമാണ്. ഭയങ്കര രസമുള്ള ഒരു കലാരൂപമാണ് അത്. അതിപ്പോ എന്താന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല, എനിക്ക് പോലും പറ്റൂല. പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പൊ ചെറിയ പയ്യനാണ്. സോ ലൈക്ക് ഞങ്ങൾ വന്ന എല്ലാവരും ഇപ്പോഴും ചെറിയ പയ്യനാ. അപ്പൊ അന്ന് അതിലും അത് ചെറിയൊരു പയ്യനും കുറേ തലയിൽ വലിയൊരു മുടിയൊക്കെ ആയിട്ട് ഹീസ് കം ആൻഡ് ഹീസ് സോ എന്റർടൈനിങ്. അപ്പൊ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ചിരിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഷോ മീൻസ് ഈ ഇവന്റ് കഴിഞ്ഞ ഉടനെ ഞാൻ പോയി സംസാരിച്ചു.
ഭയങ്കര ഇഷ്ടമായി ഇത് ഷോ ഇത് ഇനിയും ചെയ്യാറുണ്ടോ, എങ്ങനെയാണ് ഗ്രൂപ്പ് എവിടെയാണ് അങ്ങനെയൊക്കെ സംസാരിച്ച ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വേറെ വേറെ രീതിയിൽ ആ പാത്സ് കെപ്റ്റ് ക്രോസിങ് യുനോ ഇൻ ഡിഫറെൻറ്റ് വേസ്. എങ്ങനെയൊക്കെയോ യുനോ ഓരോ സിറ്റീസിലായാലും വേറെ വേറെ, ഇപ്പം നമ്മൾ ചെന്നൈയിൽ കണക്ട് ചെയ്തു, ബോംബെയിൽ മീറ്റ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ വേറെ വേറെ സ്ഥലങ്ങളിലും ഞങ്ങളുടെ പേഴ്സണൽ ജേർണീസിൽ എവിടെയൊക്കെയോ ഇങ്ങനെ ക്രോസ് ആയിക്കൊണ്ടേയിരുന്നു. അത് ഐ തിങ്ക് കുറേ ഇപ്പോൾ കൊച്ചിയിലേക്ക് ഞങ്ങൾ ഫൈനലി ഓക്കെ രണ്ടുപേരുടെയും സിനിമ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുന്നു, കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നു എന്ന സമയത്താണ് അന്ന് അത്ര പണിയില്ല. അപ്പോൾ വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാടകം ചെയ്യണം. ചെന്നൈയിൽ അല്ലെങ്കിൽ ബോംബെയിലായിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന നാടകങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. ഗ്രൂപ്പ്സിനെയൊക്കെ ചെറുതായിട്ടൊന്ന് വി മെറ്റ് സം ഗ്രൂപ്പ്സ് ആൻഡ് വാണ്ടഡ് ടു വർക്ക്. അപ്പോൾ ഈ ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്ന ടൈമിലാണ് റോഷൻ ആൻഡ് ഐ മെറ്റ് ആൻഡ് വി ഡിസൈഡഡ് ടു ഞങ്ങളിങ്ങനെ ഒരു നാടകത്തിനെ പറ്റി നമുക്ക് തന്നെ ലെറ്റ്സ് മേക്ക് അവർ ഓൺ പ്ലേ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ ഒരു കുറച്ച് പരിചയമുള്ള രാജേഷ് മാധവൻ, ദിവ്യപ്രഭ, കനി, ശാന്തി, പിന്നെ അത്ര കണ്ടിട്ടില്ലാത്ത ഫ്യൂ മോർ ആക്ടേഴ്സ്, നമ്മളെല്ലാവരും കൂടെ വരുന്നു ആൻഡ് വി മേഡ് ദിസ് പ്ലേ ഹാപ്പൻ. അപ്പോൾ എനിക്ക് ഐ തിങ്ക് വൺ ഓഫ് മൈ മോസ്റ്റ് പ്രഷ്യസ് എന്താ ഈ ആസ് എൻ ആർട്ടിസ്റ്റ് ജേർണിയിൽ ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു സാധനമാണ് ആ പ്രോജക്റ്റ്. എനിക്ക് അത്രയും തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഇത്രയും പറഞ്ഞ ആൾക്കാർ എല്ലാവരിലും ഉണ്ട്. ആസ് മച്ച് ആസ് ഐ ഫീൽ റോഷൻ്റെ ജേർണിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് എനിക്ക് എൻ്റെ കരിയറിന് എൻ്റെ ജേർണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ റോഷൻ്റെ ജേർണിയിൽ ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ദിവ്യപ്രഭയും കനിയുമൊക്കെ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി പേഴ്സണൽ. ഈ ഗ്രൂപ്പിൽ വി ഓൾ സ്റ്റാർട്ടഡ് ഫിഗറിങ് ദിസ് വേൾഡ് ഔട്ട് ടുഗെദർ എന്തോ രീതിയിൽ. അപ്പോൾ നമ്മളെല്ലാവരും ഇറ്റ് ഫീൽസ് ലൈക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ എപ്പോഴും ഉണ്ടെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേറെ വേറെ സ്ഥലത്തും ഈ നാടകത്തിലത്തെ കുറച്ച് പേര് എവിടെയെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ പറഞ്ഞ ഗാങ്സിൽ ശാന്തി ഉണ്ട്. ഇപ്പോൾ ശാന്തി ഞാനും ഒരുമിച്ച് സീനൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഇതിലുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനും എപ്പോഴും പറയുന്ന എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒരുമിച്ചൊന്ന് കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ രാജേഷിനെ എവിടെയെങ്കിലും ഒരു എപ്പോഴും ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഭാഗ്യമായിരുന്നു. ഈ നാടകം കഴിഞ്ഞ ഉടനെയാണ് ചതുരത്തിൽ ഞാൻ ശാന്തി ലിയോണയും രാജേഷും ഞാൻ നീലവെളിച്ചത്തില് ഞങ്ങൾ ഒരുമിച്ച് നീലവെളിച്ച സമയം ഒന്ന് താമസിച്ചത്. അപ്പൊ അങ്ങനെ ഐ ഫീൽ ലൈക്ക് ഇവരൊക്കെ സിനിമ ഫ്രണ്ട്സിനെക്കാട്ടിലും ലൈഫ് ഫ്രണ്ട്സ് ആണ്. ആൻഡ് ദാറ്റ് വിൽ ബി ദ കേസ് ഫോർ മീ. നിങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്തായാലും ഒരു കലാകാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ കമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും തോട്ട് പ്രോസസ്സ് ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ നാടകമൊക്കെ നമ്മൾ അങ്ങനെയാണ്, അങ്ങോട്ടാണ് ഗ്രിപ്പ് അടിച്ച് വലിക്കുന്നത്. അത് പെർഫോമൻസ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല നമ്മൾ കാണുന്നത്. ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് ചില ഉപയോഗപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മുടെ മനസ്സിനകത്ത് ഇവിടെ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ എവിടെയാണ് റോഷനിലെ കലാകാരനെ എവിടെ പ്ലേസ് ചെയ്യപ്പെടണം? കാശ് കിട്ടുന്ന ജോലികളൊക്കെ ചെയ്യണം, ഒരു സർവൈവലിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ കലാകാരനെ എവിടെയായിരിക്കും പ്ലേസ് ചെയ്യപ്പെടുന്നത്? എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് അങ്ങനെ അധികം ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള, ചെയ്യാൻ താല്പര്യമുള്ള, പാഷൻ തോന്നുന്ന, കുറേ എനർജി ഫീൽ ചെയ്യുന്ന ടൈപ്പ് വർക്ക് ചെയ്യാൻ പറ്റിയാൽ അതിൽ ഗ്രോത്തേ ഉണ്ടാവുള്ളൂ. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ ചുറ്റും കൊളാബറേറ്റ് ചെയ്യാൻ നല്ല ആൾക്കാർ അത്യാവശ്യമാണ്. ഈ പറയുന്ന വർക്ക് നമ്മൾ ചെയ്താൽ മാത്രം പോരാ, അത് ആരെങ്കിലും കാണുമ്പോഴേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അപ്പോഴേ അതൊരു റിയാലിറ്റി ആവുന്നു. ഇപ്പോൾ ഒരു സിനിമ ആൾക്കാർ കാണണം, നാടകം ഓഡിയൻസ് ഇല്ലെങ്കിൽ നാടകമേ ഇല്ല, അത് സത്യമേ ആവുന്നില്ലല്ലോ അത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം ഒക്കെ. ഇപ്പം നമ്മൾ കൊച്ചിയിൽ നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതാണല്ലോ. ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. എനിക്ക് 2.5 മണിക്കൂർ ദൂരത്തിൽ എനിക്ക് എൻ്റെ വീടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണത്. പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതാണ്, ഇവിടെ നിന്നാലാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് പോസിബിൾ ആവുക. ഇവിടെയാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എൻ്റെ ചുറ്റുമുള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് വെച്ചാൽ നമ്മൾ മെച്യൂർ ആവുന്നതനുസരിച്ച് വി വിൽ റിയലൈസ് ദാറ്റ് പൊളിറ്റിക്കൽ അല്ലാത്തതായിട്ടൊന്നും ഇല്ല ആർട്ടിൽ. അത് പോസിബിൾ അല്ല. നമുക്ക് എന്തെങ്കിലും പറയാനുള്ളപ്പോൾ മാത്രമേ അവിടെ ഒരു ആർട്ട് ഫോം ഉപയോഗിച്ച് നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ ഇല്ല, ഈ പർട്ടിക്കുലർ പടത്തിൽ പൊളിറ്റിക്സ് ഒന്നും ഇല്ല കേട്ടോ, ഇത് വെറുതെ ഒരു അങ്ങനെ പറയുന്നതിനകത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളത് തിരിച്ചറിയുന്നുണ്ടാവില്ല, അത് കാണുന്ന ആൾക്കാർക്കൊക്കെ അത് കിട്ടുന്നുണ്ടാവും, അത് എന്തെങ്കിലും ഫീൽ ചെയ്യും. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, പക്ഷെ നമ്മൾ ചെയ്ത നാടകത്തിൽ പിന്നെ ടക്ക് 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 എന്ന് പറഞ്ഞു ഉണ്ടല്ലോ അങ്ങനെ. അതെ, അത് നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ അവേക്കനിങ്ങിൻ്റെയും ഭാഗമാണ്. നമ്മൾ ചുറ്റും നടക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ, നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പതുക്കെ നമ്മൾ ഇൻഫോംഡ് ആവുന്ന അനുസരിച്ച് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒപ്പീനിയൻസ് ജനറേറ്റ് ആയി വരും. പിന്നെ നമുക്ക് ആവശ്യം ഈ പറഞ്ഞ പോലെ ചുറ്റും
ബുദ്ധിയുള്ള സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നേരത്തെ ദർശന ഈ കൂടെ നാടകത്തിലുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതാ ആലോചിച്ചത്. അത് ഭയങ്കര അത്യാവശ്യമാണ്, എസ്പെഷ്യലി ഇൻ ഇൻഡസ്ട്രി ലൈക്ക് ദിസ്. കാരണം നമ്മുടെ ചെയ്യുന്ന വർക്കെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ഫുള്ളാണ്. ലൈഫിൻ്റെ മുഴുവൻ അർത്ഥം തന്നെ ഇതാ ചെയ്യുന്ന ജോലിയാണ്. ഇതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എനിക്കൊന്നും പറയാൻ. ദർശനയ്ക്ക് പാട്ടൊക്കെ ഉണ്ട് സ്വന്തം പേരിൽ. പക്ഷേ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ പാട്ട് പാടാൻ അറിയാം, അങ്ങനെ IFMRൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആലോചിച്ചിട്ടുള്ളത് ഞാൻ കോളേജിൽ പഠിച്ചത് വെച്ചിട്ടോ ഒന്നും എനിക്കൊരു ജോലി പോലും ചിലപ്പോൾ ഉണ്ടാവില്ല ഇത് കഴിഞ്ഞാൽ. ഇതാണ് എൻ്റെ ലൈഫ്. അപ്പോൾ ചുറ്റും സെൻസിബിളായിട്ടുള്ള ആൾക്കാർ ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോഴാണ് നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂസ് ആയാലും നമ്മളെ പറ്റിയിട്ടുള്ള നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇതെല്ലാം ഡെവലപ്പായി വരുന്നത് ഇവരിലൂടെ തന്നെ ആവണം. ഓഡിയൻസ് വിലയിരുത്തുന്നത്, ഓഡിയൻസിൻ്റെ വാലിഡേഷൻ, അവരുടെ ഫീഡ്ബാക്ക് എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ മാസാണ്. അതിനുള്ളിൽ എല്ലാ ഒപ്പീനിയൻസും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഏത് നിങ്ങൾ എടുക്കുക, നമുക്ക് ഇവരെ ആരെയും അറിയില്ല. ഇവർക്ക് നമ്മുടെ വർക്ക് മാത്രമാണ് അറിയുന്നത്, അവർക്ക് നമ്മളെ അറിയില്ല. അപ്പോൾ അതിനിടയിൽ നിൽക്കുന്ന ഒരു ലെയർ ഓഫ് ആൾക്കാർ അത്യാവശ്യമാണ്. ഇതൊന്നും അല്ല ചോദിച്ചത്, കുഴപ്പമില്ല. ഒരു റോഷൻ പറഞ്ഞ എൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കലയാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇപ്പോൾ ലാലേട്ടൻ ചെയ്ത കുറേ കഥാപാത്രങ്ങളാണ് സത്യത്തിൽ ഇന്നത്തെ ലാലേട്ടൻ. ഇത് രണ്ടും ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീനും ഒക്കെ ഒരേപോലെ തന്നെയാണ് ആൾക്കാർ കാണുന്നത്. അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇത് സത്യത്തിൽ അറിയുമ്പോൾ ഇപ്പോൾ കഥാപാത്രത്തിൻ്റെ സെലക്ഷൻസിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളെ നാളെ ആൾക്കാർ തിരിച്ചറിയാൻ പോകുന്നത് ഈ കഥാപാത്രങ്ങളിലൂടെയൊക്കെ തന്നെ ആയിരിക്കും. വ്യത്യസ്തതയൊക്കെ കൊണ്ടുവരുമ്പോഴും ഇതിനകത്തൊക്കെ ഉള്ള ഒരു ആശയം ഉണ്ടാവുമല്ലോ. യഥാർത്ഥത്തിൽ ഈ എൻ്റർടൈൻ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഇപ്പോൾ ദർശനയുടെ വർക്ക് കണ്ടിട്ടാണ് എൻ്റർടൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ കഥാപാത്രങ്ങളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഒരു പ്രത്യേക ഒരു ആലോചനയാണ് ഇതിനെ സംബന്ധിച്ച്. അതൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നത്. എന്താണ് ആർട്ടിലൂടെ ശരിക്കും ദർശനയുടെ മനസ്സിൽ ഇത്തരത്തിലുള്ളൊരു ഈ ഫോക്കസിൽ ചിന്തിച്ചാൽ എന്തായിരിക്കും ദർശനം ആലോചിക്കുക ആർട്ടിനെ പറ്റിയിട്ട്, കലയെ പറ്റിയിട്ട്? എല്ലാം ആണല്ലോ, ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണല്ലോ. ഐ മീൻ ലൈക്ക് ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ഓഫ് ദാറ്റ്. ഇറ്റ്സ് എൻ്റർടൈൻമെൻറ്റ്, ഇറ്റ്സ് പൊളിറ്റിക്സ്, ഇറ്റ്സ് ഇപ്പോൾ ഈവൻ ഈച്ച് ഫിലിം യു ടേക്ക് അതിലെല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ ഈവൻ ആർട്ട് ഫോർ മീ ഇറ്റ്സ് ഓൾസോ വേ ഓഫ് ലിവിങ്. എനിക്കതൊരു ഇറ്റ് ഈസ് മീ എന്നുള്ളൊരു ഫീലിംഗ്. ഇറ്റ്സ് നോട്ട് ഈവൺ എ സെപ്പറേറ്റ് തിങ് ആയിട്ടൊന്നുമല്ല കാണുന്നത്. ഇപ്പോൾ എനിക്ക് ഇറ്റ്സ് തെറപ്പി, ഇറ്റ്സ് മെനി തിങ്സ്. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ എൻ്റെ വേൾഡിൽ ഇത്രയും ലിമിറ്റേഷൻസ് ഉള്ളതെല്ലാം ബ്രേക്ക് ചെയ്ത് എനിക്ക് അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡാണ്. പക്ഷെ ആ ഇമോഷൻസ് ഒക്കെ എൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് സംബഡി എൽസ്. ഈവൻ ഇപ്പോൾ പുരുഷപ്രേതം പോലത്തെ ഒരു ക്യാരക്ടർ അതിൽ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ, ഷീസ് ഐ മീൻ അതിൽ ഇറ്റ്സ് നോട്ട് എന്താ പറയുക, യു കാൻ സേ ഷീസ് എ നൈസ് പേഴ്സൺ ഓർ ഷീസ് ഗോട്ട് ഹെർ റീസൺസ് ടു ഡു വാട്ട് ഷീസ് ഡൂയിങ്. പക്ഷേ ആ വേൾഡ് ഒന്നും എൻ്റെ ലൈഫിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ അറൗണ്ട് കില്ലിങ് പീപ്പിൾ. ബട്ട് സഡൻലി അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് യു ആർ എക്സ്പീരിയൻസിങ് യുവർ സെൽഫ് ആസ് എ ഹോൾ. ഇതെല്ലാം ഉള്ള ഒരാളായിട്ട് എക്സ്പീരിയൻസ്. സോ ഐ ഫീൽ ലൈക്ക് ഫോർ മീ ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ് ഇൻ എ വെരി ലാർജർ വേ ഫോർ മീ. വലിയ ചോദ്യം, വലിയ ഉത്തരവായിരുന്നു. നമുക്ക് മറ്റൊരിക്കലും ഈ ചോദ്യത്തെ പിന്തുടർന്ന് സംസാരിക്കാം. പക്ഷെ നല്ല ചോദ്യമാണ്. ഞാൻ പണ്ട് എൻ്റെ അടുത്ത് ഈ ലോക്ക്ഡൌൺ സമയത്ത് എപ്പോഴും ആരോ ഇങ്ങനെ ഇന്റർവ്യൂവിൽ വാട്ട് ഇസ് ആർട്ട് ചെയ്യുന്നത്, വാട്ട് ഇസ് സിനിമ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ എന്റർടൈൻമെന്റ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ഞാൻ അവരെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ആ ഉത്തരം ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് പറഞ്ഞു. കാരണം ഇത് ലോക്ക്ഡൌൺ ടൈമിലാണ്. ഐ റിയലൈസ് ദാറ്റ് എനിക്ക് ശരിക്കും എൻ്റെ ഡെഫിനിഷൻ ഇത് കമ്പാനിയൻഷിപ്പ് എന്നാണ്. കമ്പാനിയൻഷിപ്പാണ് ശരിക്കും. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല സിനിമയിൽ നിന്നോ ഒരു പുസ്തകത്തിൽ നിന്നോ ഒരു പാട്ടിൽ നിന്നോ ഒക്കെ എനിക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് കമ്പാനിയൻഷിപ്പ്. ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നല്, ഒരു ഫീൽ. അത് ഏറ്റവും കൂടുതൽ തോന്നിയത് ലോക്ക്ഡൗണിന്റെ സമയത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനമായിട്ട് കണക്ട് ചെയ്ത് ദർശനോട് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വേറെ പല ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമ നാടകം ഒന്നും ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യൂടാ എന്നിങ്ങനെ പലയിടത്തും ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴും അത് ഫോളോ ചെയ്ത് വരുന്ന നെക്സ്റ്റ് തോട്ട് ഇത്രയും സിനിമകളും ഇത്രയും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടല്ലോ ലോകത്ത്, അതൊക്കെ വായിച്ചെങ്ങനെ ഇരിക്കാം. അതാണല്ലോ ഇത് ശരിക്കും. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതിനാണ്, അതാണ് ഇതിന്റെ പേർപ്പസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടോമിക്ക് വേണ്ടിയിട്ട് വാലാട്ടിയിൽ ഡബ് ചെയ്യുന്നത് ഭയങ്കര രസമുള്ള പരിപാടി. അജു വർഗീസ് ആ കോഴിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമുള്ള സംഭവം.
അതേപോലെ ഞാൻ ഈ ഉള്ളൊഴുക്ക് കാണുന്ന സമയത്ത് ഉള്ളൊഴുക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പ്രിവ്യൂ അയച്ചു തന്നിട്ട് അതിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് തിരിച്ചറിയുന്നില്ല റോഷനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നീടാണ് എൻഡിലെത്തിയപ്പോഴാണ് അയ്യോ ഇത് റോഷന്റെ ശബ്ദമാണല്ലോ എന്ന്. അപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു കുറച്ചുകൂടെ ഒരു ലിഫ്റ്റിംഗ് കിട്ടി. അയ്യോ റോഷൻ ഒന്നാമതേ ആ പടം അസാധ്യ സിനിമയാണ്, കിട്ടു സിനിമയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 21-ന് 2 സിനിമകൾ, ഗഗനചാരി അത് കഴിഞ്ഞിട്ട് 28-ന് പാരഡൈസ് ഇറങ്ങുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മന്ത് അല്ലേ? അതെ അതെ, രസമുള്ളൊരു മാസമാണ്. കുറെ സിനിമകൾ വിജയിച്ചു നിൽക്കുകയാണ്, നമ്മൾ അതിന്റെയും ഭാഗമാണ്. അതേപോലെ അല്ലാത്ത ഒരു സെറ്റ് സിനിമകളാണ് വരുന്നത്. അടിപൊളിയല്ലേ, ഒരു നല്ല കാലവും കൂടെയാണ്. ഒരു ഇൻഡസ്ട്രിയിൽ അത്രയും ഡൈവേഴ്സിറ്റി ഉണ്ടാവുന്നതൊക്കെ ഭയങ്കര നമുക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്ന ടൈമിലാണ് പാരഡൈസും റിലീസ് ആവുന്നത്. അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. നിങ്ങളുടെ ശബ്ദവും കൂടെ ആണ് കേട്ടോ ഞാൻ കാസ്റ്റ് ചെയ്യാൻ കാരണം എന്റെ സിനിമയിൽ. ഓക്കെ, അത് സംഭവിക്കുന്നു. പാരഡൈസ് എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. കാരണം എന്താ വെച്ചാൽ ഈ പടങ്ങളൊക്കെ ഭയങ്കര രസമുള്ള കുറേ പടങ്ങളാണ് വരുന്നത്, പുതിയ അനുഭവങ്ങളാണ്, എല്ലാം പുതുമയുള്ള സിനിമകളാണ്. ഇവരൊക്കെ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പുകഴ്ത്തേണ്ട ആവശ്യമില്ല, നാട്ടുകാർ പുകഴ്ത്തി വഷളാക്കി വെച്ചേക്കുക. എന്തായാലും നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. കുറച്ച് പുകഴ്ത്ത് കൂടിപ്പോയത് വേറെ വഴിയില്ലാഞ്ഞിട്ട. അടിപൊളിയാണ് കേട്ടോ, ഉള്ളിൽ നിന്നാണ് പറഞ്ഞത് കേട്ടോ, ഒന്നും പുകഴ്ത്തിയതല്ല. ഇനി പുകഴ്ത്താനാണെങ്കിൽ ഒരുപാടുണ്ട്, നമുക്ക് ക്യാമറ കട്ട് ചെയ്തതിന് ശേഷം. താങ്ക് യു.